ഞാൻ ഒരു കഥ പറയട്ടെ. ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ പള്ളിയുടെ അടുത്ത് ജോസഫ് എന്നൊരാൾ ജീവിച്ചിരുന്നു. അയാൾക്ക് ജീവിതം മുഴുവൻ ദുഃഖമായിരുന്നു. ഭാര്യ നേരത്തെ മരിച്ചുപോയി. മകൻ നഗരത്തിലേക്ക് ജോലി തേടിപ്പോയിട്ട് ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. ഒറ്റയ്ക്കായിരുന്നു ജോസഫിൻ്റെ ലോകം. ഓരോ വർഷവും ദുഃഖവെള്ളി എത്തുമ്പോൾ പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനകൾ ജോസഫ് ദൂരത്തുനിന്ന് നോക്കി നിൽക്കും. പക്ഷേ അയാൾക്ക് അകത്തേക്ക് കടക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. എൻ്റെ പാവങ്ങൾ ഏറെ കൂടുതലാണ് എന്ന ചിന്തയായിരുന്നു അയാൾക്ക്. ഇന്ന് ഒരു ദുഃഖവെള്ളിയായിരുന്നു. രാവിലെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. പള്ളിയിൽ നിന്നും ക്രൂശിൻ്റെ വഴിയാത്രയുടെ ശബ്ദം കേൾക്കുമ്പോൾ ജോസഫിൻ്റെ മനസ്സിൽ എന്തോ ഒരു മാറ്റം വന്നു. അയാൾ പതുക്കെ പള്ളിയുടെ അകത്തേക്ക് ചെന്നു. ക്രൂശിന് മുന്നിൽ എല്ലാവരും മുട്ടുകുത്തി നിൽക്കുന്നു. അയാളും ഒന്ന് മുട്ടുകുത്തി. കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നെ മാപ്പാക്കണേ, അവൻ മൃദുവായി പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ കുട്ടി അവൻ്റെ അടുത്തേക്ക് വന്നു. കയ്യിൽ ഒരു മെഴുകുതിരി ഉണ്ടായിരുന്നു. ഒരു മെഴുകുതിരി അയാൾക്ക് കൊടുത്തു. ചേട്ടാ, ഇത് പിടിക്കൂ, പ്രകാശം ഒരിക്കലും അണയില്ല എന്ന് ചിരിച്ചുകൊണ്ട് ആ കുട്ടി പറഞ്ഞു. ആ നിമിഷം ജോസഫിൻ്റെ മനസ്സിൽ ഒരു വെളിച്ചം തെളിഞ്ഞു. ദുഃഖവെള്ളി ക്രൂശിൻ്റെ വേദന മാത്രമല്ല, ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണെന്ന് ജോസഫ് തിരിച്ചറിഞ്ഞു. അന്നു മുതൽ ജോസഫ് പള്ളിയിൽ സ്ഥിരമായി പോകാൻ തുടങ്ങി. ഒറ്റപ്പെട്ടു നിൽക്കുന്ന ജോസഫ് കണ്ടെത്തിയത് മൗനത്തിൽ നിന്നൊരു മോചനമായിരുന്നു, ഒരു പുതിയ പ്രതീക്ഷയായിരുന്നു. ദുഃഖവെള്ളി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വേദനയ്ക്ക് ശേഷം പ്രതീക്ഷ ഉണ്ടെന്നും ഇരുട്ടിന് ശേഷം വെളിച്ചം വരുമെന്നുമാണ്. ഓക്കെ, ബൈ, വീണ്ടും കാണാം.